ഇപ്പോൾ മുൻ SP ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ ഷെറിന് ഈ ജയിലിൽ ലഭിക്കുന്ന വലിയ ഇളവുകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് സ്ഥിരീകരിക്കുന്ന വിധത്തിൽ സഹതടവുകാരിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ്. അങ്ങേയറ്റം ഇപ്പോൾ ഷെറിന് ഈ ശിക്ഷാ ഇളവ് നൽകുന്നത് പോലും വലിയ വിവാദത്തിൽ ആയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അല്ല, ഷെറിന് മറ്റു തടവുകാരെക്കാട്ടിലും കൂടുതൽ അവിടെ ചില കാര്യങ്ങൾ അവകാശപ്പെട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് മറ്റു തടവുകാരെ കാണുക തന്നെ ഇവർക്ക് കൂടുതൽ എൻജോയ്മെന്റ്, ഇവർക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യങ്ങള്, അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തില്, മേക്കപ്പിന്റെ കാര്യത്തില്, ഇതൊക്കെ ഒരു ബ്യൂട്ടി പാർലർ പോലെയാണ് അവൾ അവിടെ ജീവിച്ചതെന്നാണ് മറ്റു സഹതടവുകാർ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകേണ്ടതാണ്. അവരെ റിലീസ് ചെയ്യുന്നത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്. അതേസമയത്ത് അവരെ പോലെയുള്ള ഒരു സ്ത്രീ അവര് എന്തുകൊണ്ടാണ് മറ്റു തടവുകാരും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ചെറുപ്പക്കാരിയാണ്, അവരുമായിട്ട് പലർക്കും കോണ്ടാക്റ്റ് ഉണ്ട്. അത് തന്നെയല്ലേ അവരെ പരോളി വിട്ട് തിരിച്ച് അവര് ചെന്നപ്പം അവരെ കൊണ്ടുപോയി ജയിലിൽ ആക്കിയത് ഒരു മന്ത്രിയുടെ പേഴ്സണലായിട്ട് മെമ്പർ ഒരാളാണ്, മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുപോയി വിട്ടത്, അവരെ ജയിലിൽ കയറ്റി വിട്ടതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള തടവുകാരെല്ലാം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അത് അവർ അവിഹിതമായ പല മാർഗത്തിൽ കൂടെ അവർക്ക് ചില പ്രയോജനങ്ങൾ ജയിലിൽ ലഭിച്ചു എന്നുള്ളതാണ്. ക്യാബിനറ്റ് തീരുമാനം അവരുടെ മാത്രം ഇങ്ങനൊരു തീരുമാനം ആരാണ്, ഏത് മന്ത്രിയാണ് അവരുടെ പിന്നിൽ കളിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അതൊക്കെ വെളിയിലോട്ട് വരണം. കാരണം അതുകൊണ്ട് അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ചില ഇളവുകൾ ഇപ്പം ഗവൺമെന്റ് അത് കട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് വളരെ വിവാദമായി അത് കോടതിയിലോട്ട് കയറും. അതുകൊണ്ട് ഗവൺമെന്റ് അത് ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ ചില തടവുകാർക്ക് മാത്രം, TP ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികൾക്ക് ഇതുപോലെ ചില ആനുകൂല്യങ്ങളും എൻജോയ്മെന്റ് ഒക്കെ അവിടെ അനുഭവിക്കുന്നതാണ്. അപ്പൊ തടവുകാരിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവര് ഓരോരുത്തരും കണക്കാക്കുന്നു. കൂടുതൽ അങ്ങനെ ഗവൺമെന്റിന് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ജയിലിൽ കൊടുക്കുന്നു. എന്തിനാണ് ജയിലിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഏത് തടവുകാരായിട്ടോ കുറ്റം ചെയ്ത് കോടതി ശിക്ഷിച്ചു വിടുന്നതല്ലേ, അവര് അവിടെ കിടക്കട്ടെ. ഗവൺമെന്റ് തന്നെ അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എല്ലാ തടവുകാരെയും ഒരുപോലെ കാണാനുള്ള കണ്ണ് ഗവൺമെന്റിന് വേണ്ടേ? അപ്പൊ അത് തീർച്ചയായിട്ടും പാവങ്ങളായ അവിടുത്തെ കേസിനകത്ത് പെട്ടുപോയ കുറെ തടവുകാരുണ്ട്. അവർക്കൊന്നും ഒരു ആനുകൂല്യമോ ഒരു പ്രയോജനമോ ഒരു ബെനിഫിറ്റോ ഗവൺമെന്റിന്റെ ഭാഗത്തോ ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഇതുപോലെയുള്ള ജയിലിൽ വളരെ ഇതുപോലെയുള്ള ശിക്ഷ അനുഭവിച്ച പല VIP അവിടെ കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ ജയിലും നാട്ടിൽ ജീവിക്കുന്നതിന് സുഖമായിട്ട് അവിടെ ജീവിക്കാം. കാരണം ഭക്ഷണം കൃത്യം എല്ലാ സമയത്തും മട്ടൺ ഉൾപ്പെടെയുള്ള ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ എൻജോയ്മെന്റും ജയിലിൽ ചെന്ന് കയറിയാൽ കിട്ടുന്നുണ്ട്. അതെന്തായാലും ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് അവർക്ക് അവിടെ മാനമായിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കാനുള്ള സ്ഥലമല്ല. അവരെ അനുഭവിക്കണമല്ലോ, കുറ്റം ചെയ്തിട്ടല്ലേ, വേറൊരുത്തനെ കൊന്നിട്ടല്ലേ. അപ്പൊ അങ്ങനെയല്ലേ ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ശിക്ഷയായിട്ട് അത് കണക്കാക്കണം. അതിനാണ് സിമ്പിൾ ഇംപ്രസ്മെന്റ്, റിഗറസ് ഇംപ്രസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കഠിന തടവും വെറും തടവും ഉണ്ട്. അതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത്? അവര് ജയിലില് അവർക്ക് സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റ് ചെയ്തുള്ള ഒരു ജീവിത രീതിയാണ് അവിടെ കൊടുക്കുന്നത്. അത് വെളിയിൽ കിടന്ന് അനുഭവിക്കുന്നതിനും കൂടുതൽ ആനുകൂല്യം അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. അത് പക്ഷപാതപരമായ ഗവൺമെന്റ് അല്ലെങ്കിൽ ജയിലധികൃതർ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ ഇനിയെങ്കിലും നിർത്തണം. അത് കോടതിയിലോട്ട് ചിലപ്പോൾ ആ മാറ്റർ കോടതിയിൽ എന്തായാലും പരിഗണനയിലേക്ക് പോകണം. കാരണം ജയിലിൽ പലർക്കും സർക്കാരിന്റെ ആനുകൂല്യം ചില വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊന്നും ഗവൺമെന്റ് ചിന്തിക്കാൻ പാടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ശരി, ഒരു കേസിനകത്ത് ഉൾപ്പെട്ട് അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രീയക്കാരെ അയാളുടെ പുറകെ നടക്കരുത്. കാരണം അത് രാഷ്ട്രീയത്തിന്റെ നയമല്ല. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയമല്ല വേറൊരാളെ കൊല്ലാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ, ഷെറിന്റെ കാര്യത്തിൽ അത് വളരെ വിവാദമായിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പരോൾ ലഭിക്കുന്നുള്ള കാര്യം സംശയമാണ്. നന്ദി ശ്രീ ജോർജ് ജോസഫ്, ഈ ഘട്ടത്തിൽ ജനം TV യോട് പ്രതികരിച്ചതിന്.